ഈ ഡെയ്സിയിൽ അഭിനയിക്കുന്ന സമയത്ത് ഇത്രയും വലിയ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് ഒരുപാട് നാന, ഫിലിം മാഗസിൻ, വെള്ളി നക്ഷത്രം, മംഗളം, അങ്ങനെയുള്ള ഒട്ടുമിക്ക പത്രക്കാരും അവിടെ വരാറുണ്ട്. ഫസ്റ്റ് നാനയിൽ എൻ്റെ ഫോട്ടോ വരാണ്, ഒരു പൂ പിടിച്ചിട്ട് ഡെയ്സിയിലെ പുതുമുഖങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ എല്ലാവരും സെപ്പറേറ്റ് ഫോട്ടോ എടുത്തത് നമ്മുടെ മോഹൻ കൊല്ലായിരുന്നു. ഇപ്പോഴും ഞാൻ ആ ഫോട്ടോ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ ഡെയ്സിയിൽ നാനയിൽ വന്നു, ഈ തസ്നി ഖാൻ ഡെയ്സിയിലെ പുതുമുഖം എന്ന് പറഞ്ഞിട്ട് പൂ പിടിച്ചിട്ട്. അപ്പോൾ ആ നാന ഒക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ മാഗസിൻസൊക്കെ ഒരുപാടായിട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ഇത് കൊടുക്കണ്ടേ, ഇത് കൊണ്ട് നടക്കണ്ടേ, ഒന്നാമത് വാടകയ്ക്ക് താമസിക്കുന്നു, എല്ലാ മാഗസീനും അടുത്ത വീട്ടിലോട്ട് കൊണ്ടുപോവാം, ഇതൊക്കെ ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ മാഗസീനിൽ എൻ്റെ ഫോട്ടോസ് മാത്രം കട്ട് ചെയ്യും ഡെയ്സിയിൽ അഭിനയിച്ച്. അങ്ങനെ ഓരോ പടത്തിൻ്റെയും അങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഞാനൊരു ആൽബം പോലെ ഉണ്ടാക്കി, ഒരു ബുക്ക് ഉണ്ടാക്കിയിട്ട് ഇപ്പോഴും ഡെയ്സിയിൽ കമലഹാസൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോയും എൻ്റെ ഒറ്റയ്ക്കുള്ള നാനയിലെ ഫസ്റ്റ് മോഹൻ ചേട്ടെടുത്ത ഫോട്ടോയും ഇതൊക്കെ പേപ്പർ കട്ടിങ് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും എപ്പോഴെങ്കിലും എടുത്തിങ്ങനെ മറച്ച് നോക്കും എല്ലാ പടത്തിൻ്റെയും. ഞാൻ വന്ന എല്ലാ മാഗസിൻസിനും ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. കാരണം ഈ മാഗസിനും കൊണ്ട് നടക്കാമെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണ്. കാരണം ഇപ്പോഴല്ലേ സ്വന്തം വീടും സെറ്റിലായത്, അന്നൊക്കെ വാടകയ്ക്ക് താമസിക്കുമ്പോൾ ഇത്രയും മാഗസിൻ കൊണ്ട് നടക്കാമെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ഒരുപാട് പത്രക്കാരൊക്കെ വരുന്ന കൂട്ടത്തിൽ മറ്റുള്ള സിനിമയിലെ പ്രൊഡ്യൂസേഴ്സ് വരാറുണ്ട്, ഡയറക്ടേഴ്സ് വരുന്നുണ്ട്, കുട്ടികളെ നോക്കുന്നു, ആരാ നല്ല അടുത്ത പടത്തിലേക്ക് വേണ്ടതെന്ന് വരാം. അങ്ങനെയാണ് MT വാസുദേവൻ നായർ സാർ അവിടെ വരുന്നത്. MT വാസുദേവൻ നായർ സാറ് വന്നത് അന്നും ഈ കമൽഹാസന് എന്നോട് മിണ്ടി എന്ന് പറഞ്ഞ പോലെ എൻ്റെ വലിയൊരു ഭാഗ്യം. എനിക്ക് ജീവിതത്തിൽ ഭാഗ്യമുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ടോ, ഇല്ല എന്ന് വെച്ചാൽ ഇല്ല, അങ്ങനെയാണ് ഞാൻ. MT സാറ് വന്നിട്ട് എന്നോടാണ് ഭയങ്കര ഇഷ്ടം. അതായത് ഇഷ്ടം പെടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മമ്മിയുടെ ഫാദർ, ഞാൻ പറഞ്ഞില്ലേ കോഴിക്കോടാണ് പഠിച്ചത്, ഞാൻ വളർന്നത് അവിടെയാണ്. എൻ്റെ മമ്മിയുടെ ഫാദർ എന്ന് പറയുന്നത് ഒരു വൈദ്യരാണ്, ബാബു വൈദ്യർ, ബംഗാളി ബാബു എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നത്. റോബിൻസ് റോട്ടിൽ, കോഴിക്കോട് റോബിൻസ് റോട്ടിൽ തന്നെ വൈദ്യശാല, യുനാനി ആയുർവേദശാലയുണ്ട്, ഇപ്പോഴും അവിടെ ഉണ്ട്. വലിയപ്പം മരിച്ചുപോയി, പക്ഷെ ഇപ്പോഴും വൈദ്യശാലയുണ്ട്, നടത്തുന്നത് എൻ്റെ അങ്കിളാണ്. ഈ വൈദ്യശാലൻ്റെ തൊട്ടടുത്താണ് മാതൃഭൂമിയുടെ പ്രസ്. അവിടെയാണ് MT അങ്കിളുടെ അവിടുത്തെ ചീഫ് എഡിറ്ററായിരുന്നു അന്ന്. മാതൃഭൂമിയിലെ ചീഫ് എഡിറ്റർ ആയതുകൊണ്ട് ഈ ബാബു വൈദ്യർ എന്ന് പറയുന്ന ഈ വൈദ്യരെ വാപ്പയ്ക്ക് നമ്മുടെ വാപ്പനെ MT സാറിന് നന്നായിട്ട് അറിയാം. അപ്പം ആ ഒരു കണക്ഷനാണ്. എൻ്റെ മമ്മി MT സാറിനെ കണ്ടുകൊണ്ട് നമസ്കാരം കണ്ടുകൊണ്ട് ഞാൻ ബാബു വൈദ്യരുടെ മോളാണ് എന്ന് പറഞ്ഞപ്പോൾ MT സാർ, ആ ബാബു വൈദ്യരുടെ മോളാണോ, അപ്പം നിങ്ങളുടെ മോളാണോ അഭിനയിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം എന്നെ പരിചയപ്പെടുത്തി, എന്നെയും ഭയങ്കര കാര്യമായി. ആ സമയത്ത് മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബാപ്പയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ചേനസ്വാമി, മരിച്ചുപോയി. അതായത് KTC ഗംഗാധരൻ സാറിൻ്റെ അച്ഛൻ. ചേനസ്വാമി മരിച്ചു കഴിഞ്ഞപ്പം ഈ KTC ഗംഗാധരൻ സാറിന് ശരിക്കും അറിയാം, ഉപ്പച്ചീനെയും മമ്മീനെയൊക്കെ ശരിക്കും അറിയാം. അപ്പോൾ പണ്ട് ഒരു ഫംഗ്ഷന് വന്നപ്പം മമ്മി ഗംഗാധരൻ സാറിനോട് പറയാറുണ്ട്, ഞാൻ കുട്ടിയായ സമയത്ത്, ഇവർക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ മമ്മിക്ക് ഈ കല ഇങ്ങനെ കൊണ്ട് പുറത്തെടുക്കാനും പറ്റുന്നില്ല, മമ്മീൻ്റെ മദർ സമ്മതിച്ചും ഇല്ലാത്തതുകൊണ്ട് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് അറിയപ്പെടുത്തണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളിൽ കിടക്കുകയാണ്. അപ്പോൾ ഗംഗാധരൻ, നമുക്കറിയാവുന്നവരോടല്ലേ പറയാൻ പറ്റുള്ളൂ, എനിക്കറിയില്ലല്ലോ, ആരോടെങ്കിലും ചോദിക്കാനൊന്നും എനിക്കൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഗംഗാധരൻ സാർ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, വലുതാവട്ടെ, പഠിക്കട്ടെ, ഇപ്പോഴൊന്നും സിനിമയിലൊന്നും അഭിനയിപ്പിക്കണ്ട, കൊച്ചു വലുതായി പഠിപ്പിക്കുക ആദ്യം അവളെ, എന്നിട്ട് വലിയ കുട്ടിയൊക്കെ ആയിട്ട് തന്നെ സിനിമയിൽ അഭിനയിപ്പിക്കാം, നോക്കാം നമുക്ക് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വിട്ട് കേസുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു പണ്ട്. അപ്പോൾ ഈ MT സാറിനോട് പറഞ്ഞു, ഇങ്ങനെ ബാബു വൈദ്യരുടെ കൊച്ചുമോളാണ് എന്ന് പറഞ്ഞപ്പം എന്നോട് പ്രത്യേകിച്ചൊരു സ്നേഹം. അപ്പോൾ പറഞ്ഞു, ഓ ഇവൾക്ക് നീ ഫുൾ സ്കേർട്ടും ബ്ലൗസും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പം ഇല്ല, ഒന്ന് ഫുൾ സ്കേർട്ടും ബ്ലൗസും ഇല്ല. അപ്പം തന്നെ മമ്മി ഒരു സാരി എടുത്ത് കോസ്റ്റ്യൂമർക്ക് കൊടുത്ത് ഫുൾ സ്കേർട്ടും ബ്ലൗസും തയ്പ്പിക്കുക. കാരണം എന്താ, ഇവളുടെ കുറച്ച് സ്റ്റില്ലെടുക്ക് എന്ന് പറഞ്ഞ് എന്നെ കുറച്ച് സ്റ്റില്ലെടുപ്പിക്കുകയാണ് ആ ലൊക്കേഷനിൽ വെച്ചിട്ട് ഫ്രീ ടൈമിൽ MT സാറ്. അങ്ങനെ ഞാൻ ഫുൾ സ്കേർട്ടും ബ്ലൗസൊക്കെ ഇട്ട്, മമ്മിയുടെ സാരി വെട്ടി തയ്ച്ച ഫുൾ സ്കേർട്ടും ബ്ലൗസൊക്കെ ഇട്ട് കുറേ മരത്തിൻ്റെ അടുത്തൊക്കെ നിന്ന് കുറച്ച് നല്ല മുല്ലപ്പൂക്കെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് MT സാറിൻ്റെ ഇന്ന് തന്നെ എനിക്ക് തരണം കേട്ടോ എന്ന് അയാളോട് പറയുന്നു. അയാൾ അന്ന് തന്നെ ഫോട്ടോസ് കൊടുക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, പുള്ളിക്കാരൻ പോയി കഴിഞ്ഞതിൻ്റെ ശേഷം ആരണ്യകം എന്ന് പറയുന്ന പടത്തിൽ പാർവതിയുടെ അനിയത്തിയായിട്ട് ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അതിന് ബാബു വൈദ്യരുടെ കൊച്ചുമോളല്ലേ, എൻ്റെ ആളല്ലേ എന്ന് വിചാരിച്ചിട്ട് പുള്ളിക്കാരൻ ഈ സ്റ്റില്ല് കൊണ്ടുപോയിട്ട് കാണിക്കണം. അതായത് ഗുരുവായൂർ ശശിയാണ് അന്നത്തെ പ്രൊഡ്യൂസർ, ഡയറക്ടർ ഹരിഹരൻ സാറായിരുന്നു. അപ്പോൾ അത് കൊണ്ട് കാണിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യിപ്പിച്ചത്. പക്ഷേ അവിടെ എൻ്റെ ഭാഗ്യം പോയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, MT സാർ ഇത്രയും ഫോട്ടോയും കൊണ്ട് അവിടെ കൊണ്ട് ഗുരുവായൂർ ശശീനെ കാണിക്കുമ്പം, ഗുരുവായൂർ ശശി എന്ന് പറയുന്ന പ്രൊഡ്യൂസർ
പാർവതിയുടെ സ്വന്തം അനിയത്തിനോട് വാക്ക് കൊടുത്തുപോയി, അവരെ ഫാമിലിക്ക് വാക്ക് കൊടുത്തുപോയി. അന്ന് അനിയത്തി എന്നെ അഭിനയിക്കിട്ടെന്ന്, അവർ ഫാമിലി ഫ്രണ്ട്സ് ആയിരുന്നു. അങ്ങനെ എന്തോ സംഭവിച്ചു. സാർ ഇത് കൊണ്ടുവന്നപ്പോൾ അയ്യോ ഇങ്ങനെ. അപ്പോൾ സാർ അന്ന് കുഴപ്പമില്ല, പാർവതിയുടെ അനിയത്തിനെ അഭിനയിച്ചിട്ടുണ്ട്, തെസ്നിക്ക് ഞാൻ വേറെ എന്തെങ്കിലും ചാൻസ് കൊടുത്തോളാം എന്ന് പറഞ്ഞ്. എൻ്റെ ഫസ്റ്റ് പടമല്ലേ ഡെയ്സി. പാർവതി അന്ന് നല്ല വലിയ ആർട്ടിസ്റ്റായിട്ട് നിൽക്കുന്ന ടൈമാണ്. അപ്പോൾ അതിൻ്റെ അനിയത്തി എന്ന് പറയുമ്പോൾ അവിടെയാണല്ലോ പ്രോമിനൻസ് കൊടുക്കേണ്ടത് നമുക്ക്. അങ്ങനെ വലിയൊരു ഭാഗ്യം പോയപ്പോൾ എം ടി സാറിൻ്റെ മനസ്സിലത് കിടക്കുന്നുണ്ട്. അങ്ങനെയാണ് എനിക്ക് വൈശാലി എന്ന് പറയുന്ന സിനിമയിലേക്ക് എം ടി സാറ് ഭരതൻ സാറിനോട് പറഞ്ഞിട്ട് വിളിപ്പിക്കുന്നത്. അത് ഇപ്പം ഡെയ്സിയിൽ ഞാൻ ഫ്രണ്ട് റോൾ അഭിനയിച്ച ഞാൻ അതോടുകൂടി സിനിമ നിർത്താൻ വേണ്ടെന്നൊക്കെ വെച്ച് ഞാൻ പെട്ടെന്നാണ് വൈശാലിയിൽ വിളി വരുന്നത്. ഈ വൈശാലിയിൽ വിളി എന്താ വന്നത്, തോഴിയായിട്ടാണ് വിളിക്കുന്നത് തന്നെ. അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ പഠിക്കുന്നത് വെച്ചപ്പോൾ ഞാൻ ഗാനഭൂഷണം പഠിക്കുന്നുണ്ട്, വീണയുണ്ട്, വോക്കൽ, സാൻസ്ക്രിറ്റ്, ഇതാണ് മൂന്നുമാണ് ചെയ്യുന്നത്. അപ്പോൾ വീണ വായിക്കാൻ അറിയോ നിനക്കെന്ന് ചോദിച്ചു, എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ വീണ കുറച്ചൊക്കെ കുഴപ്പമില്ലാണ്ട് വായിക്കും ഞാൻ. അപ്പം ഈ തോഴി റോളിനെന്ന് പറയുന്നത് അന്നും എനിക്കറിയില്ല ഇത്രയും വലിയ ഡയറക്ടറാണ് ഭരതൻ സാറെന്നോ, ഇത്രയും വലിയ സെറ്റപ്പ് വലിയൊരു പടമാണ് വൈശാലി എന്ന് പറയുന്ന വലിയ ബിഗ് ബഡ്ജറ്റ് പടമാണ് എടുക്കാൻ പോകണമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അന്നും. ഞാൻ എം ടി സാറ് പറഞ്ഞല്ലേ എന്ന് പറഞ്ഞ് ഇടുക്കിയിൽ കുളമാവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാ, ഞാനും മമ്മിയും എൻ്റെ ഉപ്പച്ചും കൂടെ ഉണ്ട്. അന്ന് ഇവർ എപ്പോഴും എല്ലാ പടത്തിലും കൂടെ ഉണ്ടാവും. അങ്ങനെ പോകുമ്പം ഭരതൻ സാറിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇതേ എൻ്റെ വലിയൊരു സുഹൃത്തിൻ്റെ കൊച്ചുമോളാണ്. അപ്പോൾ ഭരതൻ സാറ് ആണോ, ഓ അപ്പോൾ തോഴിയാണ്, റോൾ എന്തായാലും തോഴിയാണ്. അന്നും ഒന്നും സിനിമയിൽ അറിയില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ എൻ്റെ പാരൻസിന് പറ്റിയ അബദ്ധവും എനിക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ, ഒരു സിനിമാ നടി ആവണമെങ്കിൽ സത്യം പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഒന്നെങ്കിൽ നല്ലൊരു ക്യാരക്ടർ റോളിൽ വരണം, അല്ലെങ്കിൽ ഹീറോയിനായിട്ട് വരണം. ഹീറോയിനായിട്ട് വരാനുള്ള ഒരു ഗ്ലാമറും എനിക്കില്ല. ഒരു ആളും എന്നെ നായികയായിട്ടൊന്നും എടുക്കില്ല. കാരണം ആ ഭംഗി ഇപ്പോൾ ഉണ്ടെങ്കിൽ ആ കാലത്തെ ഭംഗി എനിക്കിപ്പോൾ ആണെങ്കിൽ ഇപ്പം ന്യൂ ജനറേഷൻ പടത്തിൽ സൗന്ദര്യം വേണ്ട, ആ മതി നായികയാവാൻ. പക്ഷെ അന്ന് അതല്ല, അന്ന് സുന്ദരിയാവണം. ഒരു നായികയാവണമെങ്കിൽ സത്യം പറഞ്ഞാൽ നല്ല കളറ് വേണം, നല്ല മുടി വേണം, അഭിനയിക്കാൻ അറിഞ്ഞില്ലെങ്കിലും സൗന്ദര്യത്തിന് പ്രാധാന്യം ഉണ്ടെന്ന് എനിക്ക് മിക്ക സിനിമയിലും അഭിനയിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു സംഭവം അതാണ്. കഴിവിനേലും കൂടുതൽ സൗന്ദര്യം, പിന്നെ ഭാഗ്യം, ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ സിനിമയിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ എന്ന് പിന്നെ എനിക്ക് ശരിക്കും മനസ്സിലായി. അത് ഇപ്പം അതൊന്നുമല്ല, ഭാഗ്യം വേണം പക്ഷേ ഇപ്പോൾ സൗന്ദര്യത്തിന് ഒരു പ്രാധാന്യമില്ല എന്ന് ഇപ്പം ഒരു മേക്കപ്പ് പോലും ഇപ്പോൾ സിനിമയിൽ വേണ്ട. അപ്പോൾ അന്നെന്ന് പറയുന്നത് വൈശാലിയിൽ തോഴിയാണ്. ഈ തോഴി എന്ന് പറയുന്നത് അന്ന് സിനിമാ നടി ആവണമെന്നുള്ള ചിന്ത മനസ്സിലുണ്ടെങ്കിൽ ഒരിക്കലും എന്നെപ്പോലെ അന്ന് സിനിമയിൽ എൻ്റെ പാരൻസ് എന്നെ അഭിനയിപ്പിക്കില്ല. എന്ത് ചെയ്യുന്ന ഒന്നിൽ ഫ്രണ്ട്, അടുത്തേൽ തോഴി. അപ്പം അങ്ങനെ ആ ട്രാക്ക് ഈ സിനിമയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു കൂട്ടുകാരിയാണെങ്കിൽ നമ്മൾ കൂട്ടുകാരിയായിട്ട് തന്നെ പോകും. നമ്മളൊരു പോലീസ് ഓഫീസറാണെങ്കിൽ അതന്നെ ആയിട്ട് പോകും. നേഴ്സാണെങ്കിൽ നേഴ്സായിട്ട് തന്നെ പോകും. അവിടെ വേറൊരു അങ്ങോട്ടൊരു സെക്കൻഡ് ഹീറോയിനായിട്ടോ ഒരു എന്താ പറയുക ഒരു നായികയായിട്ടോ ഒന്നും പ്രമോഷൻ കിട്ടാൻ പോണില്ല അന്നത്തെ കാലത്ത്. അത് 88 കാര്യമാണ് ഞാൻ പറയണത്. പക്ഷേ വൈശാലിയിൽ എനിക്ക് വന്ന ഒരു വലിയൊരു സന്തോഷം എന്താണെന്ന് പറഞ്ഞാൽ, ഗീത, നമ്മളിങ്ങനെ നോക്കി നിന്ന് പോണൊരു നടിയാണ് ഗീത, ബാബു ആൻ്റണി, നെടുമുടി വേണു സാറ്. നെടുമുടി വേണുവൊക്കെ ഞങ്ങളോട് ഭയങ്കര കമ്പനിയായിരുന്നു കേട്ടോ അന്ന്, ഭയങ്കര സ്നേഹമായിരുന്നു, ഭയങ്കര ലവിങ് ക്യാരക്ടറാണ്. അപ്പോൾ ഇവരൊക്കെ ഉള്ളൊരു പടം. അപ്പം അശോകൻ. അപ്പം അങ്ങനെ വൈശാലിയിൽ തോഴിയായിട്ട് ബ്ലൗസും സ്കേർട്ടും ആസാരി പോലത്തെ സാധനം, പഴയ ഓർണമെൻറ്റ്സൊക്കെ ഇട്ട് ആ ഇന്ദു പുഷ്പം ചൂടി നിൽക്കുന്ന പാട്ടിലൊക്കെ ഞാനൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ചൂണ്ടി കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ എം ടി പറഞ്ഞ കുട്ടി എന്നുള്ള ഒരു പേരുള്ളത് കൊണ്ട് ആ പടത്തിലും എനിക്ക് കുഴപ്പമില്ലാണ്ട് എന്താ പറയുക എല്ലാവരും സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ. അങ്ങനെയാണ് ഫ്രണ്ട്സ് റോഡിലേക്ക് ഞാൻ പോണത്. എന്തായാലും പിന്നെയും ഫ്രണ്ട്സ് കിട്ടുന്നു, ഫ്രണ്ടിൻ്റെ റോള് കിട്ടുന്നു. പിന്നെയും ഉള്ള ഭാഗ്യക്കേട് വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അടുത്ത പടം കിട്ടുന്നത് പത്മരാജൻ എന്ന് പറയുന്ന ആളുടെ. ഞാൻ സത്യം പറഞ്ഞാൽ വലിയൊരു ഭാഗ്യവതിയാണെന്ന് വെച്ചാൽ കുറച്ചൊക്കെ ഭാഗ്യവതി. വലിയ റോൾ അഭിനയിച്ചില്ലെങ്കിലും ഭരതൻ, പത്മരാജൻ ഇവരുടെ പടങ്ങളിലൊക്കെ മുഖം കാണിച്ച ഒരാളാണെന്നുള്ളൊരു ഒരു ചെറിയൊരു അഹങ്കാരമൊക്കെ ഇപ്പം എനിക്കുണ്ട്. കാരണം ഇപ്പോഴത്തെ മിക്ക നടികൾക്ക് ആ ഭാഗ്യമൊന്നും കിട്ടിയിട്ടില്ല. വലിയ നടിയല്ലേ ആയില്ലെങ്കിലും ഞാൻ അവരുടെ പടത്തിലൊക്കെ ഒന്ന് മുഖം അവരെ ആക്ഷൻ പറഞ്ഞ് എന്തെങ്കിലും എൻ്റെ മുഖത്ത് അന്ന് കാണിക്കാൻ പറ്റിയെന്ന് തന്നെ ഇപ്പോൾ ആലോചിക്കുമ്പം അതൊരു വലിയൊരു സന്തോഷം, വലിയൊരു ഭാഗ്യമായിട്ട് എനിക്കിപ്പോൾ കാണുന്നുണ്ട്. കാരണം അവരൊക്കെ ഇത്രയും വലിയ ആൾക്കാരെന്ന് പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ
പത്മരാജൻ്റെ പടത്തിൽ എന്നെ വിളിക്കുമ്പം അപരൻ എന്ന് പറയുന്ന സെറ്റിൽ ഇതേപോലെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ഒന്ന് പത്മരാജന് കാണണമെന്ന് പറഞ്ഞ് വിളിപ്പിക്കുകയാണ് എന്നെ. അപ്പം ഞാനും ഇത് ഞങ്ങൾ 3 പേര് പിന്നെയും പോകാം, പോയി കണ്ട് ശരി മോളെ, നമുക്ക് 3-ാം പക്കം എന്ന് പറഞ്ഞൊരു സിനിമ എടുക്കാൻ പോകുന്നുണ്ട്, അപ്പം അതിൽ മോക്ക് നല്ലൊരു ക്യാരക്ടർ ഉണ്ട് എന്ന് പറയുന്നു. ഷൂട്ടിംഗ് തുടങ്ങാൻ പോണ്. ഞാൻ വീണ്ടും 3-ാം പക്കത്തിന് പോകുകയാണ്. 3-ാം പക്കത്തിന് ഞാൻ അഭിനയിക്കാൻ പോകുമ്പോൾ ഭയങ്കര സന്തോഷം. ജയറാമേട്ടൻ, അന്ന് ജയറാമേട്ടൻ കലാഭവനിൽ, അത് വേറെ കഥ ഞാൻ പിന്നീട് പറയാം. കലാഭവനിൽ മിമിക്രി കാലത്ത് ജയറാമേട്ടനും ഞാനും കൂടി ഉണ്ടായിരുന്ന കഥ വേറെ പറയാം. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യ യാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444422. ഞാൻ കലാഭവനിലുള്ള സമയത്ത് ജയറാമേട്ടൻ അന്ന് ട്രൂപ്പിലുണ്ടെങ്കിലും അന്ന് ജയറാമേട്ടൻ സിനിമ നടനായിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. പക്ഷേ അതിന് മുമ്പ് ജയറാമേട്ടൻ ഈ ഫ്രണ്ട് ട്രാക്കിൽ വന്നതാണ് ഞാനിപ്പോൾ പറയുന്നത്. ഈ 3-ാം പക്കത്തിൽ ഞാൻ അഭിനയിക്കാൻ പോകുമ്പോൾ ജയറാമേട്ടനുണ്ട്, റഹ്മാനുണ്ട്, അശോകനുണ്ട്, പിന്നെ വേറൊരു ആറന്മുള അഡ്രു ഭവാനിയുടെ ഒരു മോനോ ആരോ ഉണ്ട്. അങ്ങനെ 4 പേര് ആണുങ്ങളായിട്ട് അഭിനയിക്കുന്നത്. ജഗതി ചേട്ടനുണ്ട്, തിലകൻ ചേട്ടനുണ്ട്. പൂജ കഴിയുന്നു. ഇതേപോലെ പട്ടുപാവാടിയും ബ്ലൗസും എൻ്റെ മമ്മി നാഗർകോവിൽ ഷൂട്ട് തുടങ്ങാൻ പോകുന്നു. നാഗർകോവിൽ വെച്ച് പട്ടുപാവാടിയും ബ്ലൗസും. പാവം എൻ്റെ മമ്മി അത് ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും. കാരണം ഭയങ്കര താല്പര്യമാണ് മമ്മിക്ക്. നാഗർകോവിൽ പോയിട്ട് പട്ടുസാരിയും ബ്ലൗസൊക്കെ വാങ്ങിക്കുന്നു. പട്ടുസാരി മേടിച്ചു, അത് മുറിച്ച് സ്കേർട്ടും ബ്ലൗസും ഇട്ട് പൂജയ്ക്ക് നിൽക്കുക. പൂജയ്ക്ക് നിന്ന് പൂജ കഴിഞ്ഞ് എല്ലാവരും റൂമിലേക്ക് പോയി. മോളെ ടൈം ആകുമ്പോൾ വിളിക്കാമെന്ന് പറയുന്നു പ്രൊഡക്ഷൻ കൺട്രോളർ. ഇത് മോളുടെ സമയമാകുമ്പോൾ വിളിക്കാം. അന്നെന്ന് പറയുന്നത് ഇന്നത്തെ പോലെ അല്ല കേട്ടോ. അന്ന് 1 സീനോ 2 സീനോ 3 സീനോ ആണെങ്കിൽ നമ്മൾ കുറേ ദിവസം താമസിക്കണം. ഇന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുക, അപ്പോൾ പോവുക, അടുത്ത ലൊക്കേഷനിലേക്ക് പോവുക, അല്ലെങ്കിൽ അന്നത്തെ ദിവസം അവരെ ഷൂട്ട് കഴിയുക, തിരിച്ചു വിടുക, അങ്ങനെയായിരുന്നു. അന്ന് തന്നെ ഒരു 5-8 ദിവസം താമസിക്കണം ഹോട്ടലിൽ നമ്മൾ. അപ്പോൾ ഇങ്ങനെ 1 ദിവസം കഴിഞ്ഞ് ഷൂട്ടില്ല, 2 ദിവസം കഴിഞ്ഞ് ഷൂട്ടില്ല, 3 ദിവസം കഴിഞ്ഞ് ഷൂട്ടില്ല. 4-ാമത്തെ ദിവസം എനിക്കങ്ങോട്ട് പ്രാന്തായി. കാരണം ഇതെന്താ എത്ര ദിവസമായി ഹോട്ടലിൽ ഇരിക്കുന്നു. പത്മരാജൻ വരുന്നതും കാത്ത് ഞാൻ അറ്റത്തെ റൂമാണ്. ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തു. ഞാൻ മമ്മി പത്മരാജൻ അങ്കിളെന്നാണ് വിളിച്ചിരുന്നത് അന്ന് ഞാൻ കേട്ടോ. ഇന്നിപ്പോൾ നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ അയ്യോ എന്ന് തോന്നിപ്പോവും. ഞാൻ അങ്കിളിനോട് ചോദിക്കാൻ പോകണത് ഇതെന്താ 4 ദിവസമായി ഒരു ഷൂട്ടും ഇല്ലാണ്ട്. ചെന്ന് അങ്കിൾ വന്ന് റൂമിൽ വന്നെന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്നപ്പോൾ അവിടെ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സൊക്കെ നിൽക്കുകയാണ്. അടുത്ത ദിവസത്തെ ചാർട്ടിങ് എന്തോ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ അങ്കിളെ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ് ചെന്ന് വരും മോളെ, വരൂ ഇരിക്കൂ. എന്താ മോളെ? ഞാൻ അങ്കിളെ 4 ദിവസമായി വന്നിട്ട് എന്താ എൻ്റെ റോളൊന്നും എടുക്കാത്തത്? അങ്ങനെ ചോദിച്ചു പോണ അവസ്ഥയായിരുന്നേ. എന്താ എൻ്റെ റോളൊന്നും എടുക്കാത്തത്? ഞാൻ എത്ര ദിവസമായി വന്നിട്ടെങ്കിലേ പിന്നെ സിസ്റ്റർ ഒറ്റയ്ക്കാണ് വീട്ടിൽ, വേറെ ആരും നിർത്തിയിട്ടാണ് ഇങ്ങനെ പോന്നിരിക്കുന്നത്. അതിനെന്താ മോളെ നമുക്ക് നാളെ നോക്കാലോ എന്ന് പറഞ്ഞ്. ഓക്കെ, സമാധാനമായി. നാളെ ഷൂട്ടുണ്ട്. നാളെ ഞാൻ ഷൂട്ടുണ്ടായ സമയത്ത് ഞാൻ ചെയ്യുന്ന റോള് ഞാൻ പറഞ്ഞ റോളല്ല. അപ്പോൾ എന്നെക്കൊണ്ട് കീർത്തി സിംഗ് എന്ന് പറയുന്നൊരു ആർട്ടിസ്റ്റാണ് എൻ്റെ അകത്ത് അഭിനയിക്കുന്നത്, ജയറാമിൻ്റെ നായികയായിട്ട്. കീർത്തി സിംഗിൻ്റെ ഫ്രണ്ടായിട്ട്. അപ്പം ഞാനിങ്ങനെ ചുരിദാറും ഇതൊക്കെ തന്ന് പാവടയും ബ്ലൗസും ഹാഫ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ചുരിദാർ തന്നിട്ട് എന്നെ അഭിനയിപ്പിക്കുക അതിൽ. അന്ന് ഗാന്ധിമതി ബാലൻ സാറാണെന്ന് തോന്നുന്നു അതിൻ്റെ പ്രൊഡ്യൂസർ. അതെ, എന്നെക്കൊണ്ട് അഭിനയിപ്പിച്ച് ഞാൻ ചോദിച്ചു ഇതെൻ്റെ റോള് മാറി. പത്മരാജൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, മോളെ റോളിനൊരു ചേഞ്ച് ഉണ്ട്. മോക്ക് പറഞ്ഞ എമൗണ്ട് മോക്ക് തന്നിരിക്കും, കാശ് തന്നിരിക്കും, മോള് വിഷമിക്കണ്ട, മോള് മിടുക്കിയാണ്, ഇഷ്ടംപോലെ സിനിമകൾ ഇനിയും ചെയ്യും, അത് വേറൊരു കുട്ടി ചെയ്യുകയാണ് എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അന്ന് പൊട്ടിക്കരഞ്ഞു പോയി ഞാൻ. സെക്കൻഡ് ഹീറോയിൻ എന്ന് പറഞ്ഞാൽ അത് ആ പടത്തിൽ സെക്കൻഡ് ഹീറോയിൻ ആയിരുന്നെങ്കിൽ എൻ്റെ സിനിമയിലെ ജീവിതത്തിൽ ഞാനൊരു സെക്കൻഡ് ഹീറോയിനായിട്ടൊരു ക്യാരക്ടർ റോളുകളിൽ വരാൻ പറ്റുമായിരുന്നു എനിക്ക്. പക്ഷേ അവിടെയും എനിക്ക് വൈശാലിയിൽ ഫ്രണ്ട്, ഡെയ്സിയിൽ ഫ്രണ്ട്, ഇതേ അടുത്ത 3-ാം പക്കത്തിലും ഫ്രണ്ട് വന്നു. ഈ ഫ്രണ്ട് വരാൻ കാരണം ഈ പത്മരാജൻ്റെ പടത്തിൽ ഭരതനും പത്മരാജനും ഭയങ്കര ഫ്രണ്ട് ആയതുകൊണ്ട് ഭരതൻ സാറ്, ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ്, ഭരതൻ സാറ് വിളിച്ച് ചോദിച്ചു ആരൊക്കെ അഭിനയിക്കുന്നുണ്ട്. അപ്പം ഇതിൽ സെക്കൻഡ് ഹീറോയിൻ്റെ തസ്നി ഖാനാണ് അഭിനയിക്കുന്നത് പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ ഭരതൻ സാർ അന്ന് വൈശാലിയിൽ അഭിനയിച്ച ഒരു കുട്ടിനെ റെക്കമെൻഡ് ചെയ്ത് ഇതിലേക്ക് അയച്ചു. അന്ന് ആ വൈശാലിയിൽ പാറ ഇടിഞ്ഞ് മരിക്കുന്നൊരു തമിഴ്നാട്ടിൽ നിന്നൊരു കുട്ടി വന്നിരുന്നു, മീനു എന്നെന്തോ പേര്. ആ കുട്ടിയെ പത്മരാജന് റെക്കമെൻഡ് ചെയ്ത് അതാണെങ്കിൽ കാണാൻ ഭയങ്കര മിടുക്കി, നല്ല വെളുത്ത് ഭംഗിയായിട്ടൊരു കുട്ടി വന്ന്.
കാണാനൊരു അഴകൊക്കെ ഉള്ളൊരു കുട്ടി. ആപ്സാരിയെ കൊടുത്താൽ കണ്ട് നിന്ന് പോകും, നമ്മളറിഞ്ഞ് നോക്കി നിന്ന് പോകുന്ന ഒരു ആർട്ടിസ്റ്റാണത്. എന്നെ കാണാനോ അയ്യോ മെലിഞ്ഞ്, കളറും ഇല്ല, മെലിഞ്ഞ് കവളക്കൊട്ടി, മെലിഞ്ഞൊരു പെണ്ണ്. ഒരു ഗ്ലാമറൊന്നും എനിക്ക് ഒരു ഗ്ലാമർ എന്ന് പറയുന്ന സാധനങ്ങളൊന്നും ഇല്ലാത്തൊരു, എന്നെ സിനിമയിൽ അന്ന് അഭിനയിപ്പിച്ചവരെ തന്നെ ഞാനിപ്പോൾ നമസ്കാരം പറയാം ആ റോളൊക്കെ കാണുമ്പോൾ തന്നെ. അപ്പോൾ അത്ര വലിയ ഗ്ലാമറൊന്നും ഇല്ല. പക്ഷേ എനിക്ക് പൊട്ടിക്കരഞ്ഞത് അന്ന് എനിക്ക് അറിയില്ലല്ലോ. ഞാൻ ആ റോള് പോയതിൻ്റെ സങ്കടം വന്നു. 2 ദിവസം വർക്ക് ചെയ്തു. അന്ന് എനിക്ക് 6000 എൻ്റെ പേയ്മെൻറ്റ്. അതെനിക്ക് തന്നു, എന്നെ പറഞ്ഞു വിട്ടു. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് ട്രാക്കിലേക്ക് ഞാൻ വന്നത്. അതവിടെ നിൽക്കട്ടെ. പക്ഷെ കലാഭവനിൽ ഞാൻ 3-ാം പക്കത്തിൽ ജയറാമേട്ടനെ കണ്ടെന്ന് പറഞ്ഞു. ജയറാമേട്ടൻ്റെ 3-ാമത്തെ പടമായിട്ടാണ് 3-ാം പക്കം. അപരം കഴിഞ്ഞതിൻ്റെ ശേഷം ജയറാമേട്ടൻ പിന്നെ ധ്വനിയിൽ അഭിനയിക്കുന്നു. ധ്വനി കഴിഞ്ഞിട്ട് പിന്നെയാണ് ജയറാമേട്ടൻ 3-ാം പക്കത്തിൽ അഭിനയിക്കുന്നത്. അപ്പോൾ കലാഭവൻ്റെ ഗ്രൂപ്പിൽ ഞങ്ങളുടെ ഇങ്ങനെ സ്റ്റേജ് ഷോ നടത്തുന്ന കൂട്ടത്തിൽ ജയറാമേട്ടനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അന്ന് ജയറാമേട്ടൻ അപരലിൽ അഭിനയിച്ചിട്ടില്ല. ജയറാമേട്ടൻ്റെ ഏതോ കാസറ്റ് കണ്ടിട്ടാണ് പത്മനാഭൻ സാർ അപരലിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ജയറാമേട്ടൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നതിൻ്റെ മുമ്പ് ഞാൻ ഡെയ്സിയിൽ അഭിനയിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ജയറാമേട്ടൻ്റെ സീനിയറാണ്. അപ്പോൾ ഡെയ്സിയിൽ അഭിനയിച്ചുകൊണ്ട് തെസ്നി സിനിമ നടി, ഡെയ്സിയിലൊക്കെ അഭിനയിച്ചല്ലേ എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ. അങ്ങനെ നമ്മൾ ആ സമയത്ത് ഒരുപാട് തമാശകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങൾ ഈ ഒരു കർഷക നൃത്തം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഞങ്ങളുടെ ഈ ഡാൻസിൽ. ഈ കർഷക നൃത്തത്തിൽ 3 പെണ്ണും 3 ആണുമാണ്. ഈ ആൺവേഷമാണ് എനിക്കുള്ളത്. 3 പേരിൽ ഒരു ആൺവേഷമാണ് എനിക്കുള്ളത്. അപ്പോൾ ഈ ആൺവേഷം കെട്ടി നടക്കുന്ന ഇങ്ങനെ കന്നുകൂട്ടാം കർഷകരെല്ലാം എന്ന് പറഞ്ഞ് കർഷകരിങ്ങനെ ഞാറൊക്കെ നട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അതിനകത്തൊരു മ്യൂസിക്കിൻ്റെ ഇടയ്ക്ക് ഈ ആണുങ്ങൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി മാറി നിന്നിങ്ങനെ വിയർപ്പൊക്കെ ഇങ്ങനെ കളഞ്ഞു സിഗരറ്റൊക്കെ വലിച്ചിങ്ങനെ ഇരിക്കുന്നൊരു സംഭവം. ഒരു മ്യൂസിക്കിൻ്റെ ഒരു സൈഡിൽ അങ്ങനെ ഒരു സ്റ്റെപ്പ്, പെണ്ണുങ്ങൾ സ്റ്റെപ്പൊക്കെ ഇട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് സിഗരറ്റ് കത്തിച്ചിട്ട് സൈഡിൽ വെക്കണം. സിഗരറ്റല്ല, ബീഡിയാണ് വലിക്കുന്നത്. ഈ സമയത്ത് ജയറാമേട്ടനും സൈനുദ്ദീനൊക്കെ ഉണ്ടെന്ന്. സൈനുദ്ദീൻ, ജയറാമേട്ടൻ, റഹ്മാൻ ക, പ്രസാദേട്ടൻ, നാരായണൻകുട്ടി. അപ്പോൾ ഇവർ 5 പേരാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇവർ ഈ കത്തിച്ച് ഒറിജിനൽ ബീഡി കത്തിച്ച് വെച്ച് ഞാൻ ഈ ബീഡി എടുത്ത് വലിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത് കത്തിയ ബീഡിയാണെന്ന് മനസ്സിലാവുന്നത്. സ്റ്റേജ് ചുമച്ചിട്ട് ഒരു നിവൃത്തിയില്ലായിരുന്നു. അപ്പോൾ ഏത് ഷോയുടെയും ഫ്രണ്ടിൽ ആ ബാലച്ചനുണ്ടാവും. അച്ഛൻ എന്ന് പറഞ്ഞാൽ ഇവർ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ടോ, ഇവർ നന്നായി പെർഫെക്റ്റായിട്ട് ഇവരെന്തെങ്കിലും തെറ്റിക്കുന്നത്, ഞങ്ങളേലും സ്റ്റെപ്പ് ഓർമ്മ അച്ഛനാണ്. അച്ഛനിങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ഈ തസ്നീഹാനായ ഞാൻ ബീഡി വലിക്കുന്നത് കണ്ടത്. ഈ ബീഡി നിരപരാധിയായി ഞാൻ ഇവർ കത്തിച്ച് വെച്ചിട്ടാണ് വലിക്കുന്നത്. ഇത് പുക വലിച്ച് ഇവർക്കത് കോമഡിയായി തോന്നി. ഇവർ ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു അവിടെ. പക്ഷേ എനിക്കത് ഭയങ്കര പ്രശ്നമായി മാറി. അച്ഛൻ പിറ്റേന്ന് പ്രോഗ്രാം കഴിഞ്ഞ് ഓഫീസ് റൂമിലേക്ക് വിളിച്ചിട്ട്, എന്താടോ തസ്നീഹാനെ താൻ ചെയ്തത്, പെൺകുട്ടിയല്ലേ, അത് ആക്ഷൻ കാണിച്ചാൽ പോരെ, എന്തിനാണത് കത്തിച്ചത് എന്നൊക്കെ ചോദിച്ചത് ഭയങ്കര സംഭവമാക്കി കളഞ്ഞിട്ടോ അത്. ഞാൻ പറഞ്ഞു, അച്ചോ ഞാൻ അറിയില്ല അച്ചോ, അത് ആരാ കത്തിച്ചതെന്ന് അറിയില്ല. അതുകൊണ്ട് പിന്നെ മിമിക്രിക്കാർ അവരെ വിളിച്ചു, നിങ്ങളിൽ ആരാണിത് കത്തിച്ച് വെച്ചതെന്ന് ചോദിക്കലായി. അവരാരും അയ്യോ ഞങ്ങളാരും അറിയില്ല എന്ന് പറയലും. അങ്ങനെ അത് പിന്നെ അത് അങ്ങനെ തേഞ്ഞ് മാഞ്ഞു പോയി. അപ്പോഴാണ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ജയറാമേട്ടൻ അപരലിലേക്ക് കയറിയല്ലോ. ഈ അപരലിലേക്ക് കയറി വന്നപ്പോഴും ഞാൻ ഈ ഡെയ്സി ഡെയ്സി വൈശാലിയും വൈശാലി കഴിഞ്ഞോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഡെയ്സി കഴിഞ്ഞിരിക്കുന്ന ടൈമാണെന്ന് എനിക്കറിയാം. ഞാൻ സിനിമാ നടിയാണ് എന്നുള്ള ഒരു ചെറിയൊരു പേരൊക്കെ അവിടെ കിട്ടി കലാഭവനിൽ. ഈ സമയത്ത് അപരനിൽ ജയറാമേട്ടൻ ഇറങ്ങിയപ്പോൾ നമ്മുടെ കലാഭവൻ്റെ മുമ്പിൽ മൊത്തം പോസ്റ്ററാണ്, ജയറാമേട്ടൻ്റെ പോസ്റ്റർ. ഒയ്യോ, നമ്മൾ കലാഭവനിൽ ആരിറങ്ങിയാലും ജയറാമേട്ടനെ കാണുള്ളൂ, ബസ് നോർത്തിലിറങ്ങിയാലും ജയറാമേട്ടനെ കാണുള്ളൂ. അങ്ങനെ പോസ്റ്ററിൻ്റെ ബഹളം. അപ്പോൾ ഈ അച്ഛൻ്റെ ഒരു സ്വഭാവമുണ്ട്. ഈ അച്ഛൻ കലാഭവനിലേക്ക് നടന്നേ വരുള്ളൂ. അച്ഛൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കാലം കൂടെയുണ്ട്, നടന്നാണ് വരുന്നത്. അപ്പോൾ ഈ നടന്ന അച്ഛനിങ്ങനെ വരുമ്പം അച്ഛനിങ്ങനെ ജയറാമേട്ടൻ്റെ പോസ്റ്റർ നോക്കിയിട്ടാണ് ഇങ്ങനെ നടന്നു വരുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാനപ്പോൾ അവിടെ കലാഭവനിൽ അപ്പോഴും ഉണ്ട് കേട്ടോ. സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിലും ഈ 3 ഫ്രണ്ട്സിൻ്റെ റോൾ അഭിനയിച്ചാലും ഞാനവിടെ ഗാനഭൂഷണത്തിനിങ്ങനെ വന്നും പോയി ഇടയ്ക്കൊക്കെ നിൽക്കുന്നത്. പിന്നെ 2-3 പടം കിട്ടി തുടങ്ങിയപ്പോഴാണ് പിന്നെ കലാഭവനിൽ പോക്ക് നിർത്തിയത്. അപ്പോൾ ഒരു ദിവസം അച്ഛൻ എന്നെ വിളിപ്പിച്ചു ഓഫീസ് റൂമിലേക്ക്. ആ തസ്നീഹാനോടൊന്ന് വരാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനങ്ങ് പേടിച്ചിട്ടോ, അച്ഛൻ എന്താ വിളിക്കുന്നത്, ഇനി എന്താ അടുത്ത കംപ്ലയിൻറ്റ് എന്താണ്, അവിടെ ഡ്രോയിങ് പിള്ളേർ ആൺപിള്ളേരൊക്കെ ഉണ്ട്. അവിടെ കലാഭവനിലൊരു മെയിൻ കാര്യമുണ്ട്, ആൺപിള്ളേരോട് സംസാരിക്കാൻ പാടില്ല. ആൺപിള്ളേരോട് സംസാരിച്ച് കഴിഞ്ഞാൽ കലാഭവനിൽ നിന്ന് കട്ടാം. അത്ര നിർബന്ധം ആൺപിള്ളേർക്ക് സംസാരിക്കാനുള്ളവർ കൈവെക്കുന്നൊക്കെ പറയും അച്ഛൻ മീറ്റിംഗ് കൂടിയിട്ട്. ആൺപിള്ളേരോട് സംസാരിക്കാൻ താല്പര്യമുള്ളവർ കൈവൊക്കിക്കേ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ പൊക്കണ്ടേ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കും. അപ്പോൾ പൊക്കിക്കഴിഞ്ഞാൽ ഔട്ടാ, കട്ടാണ്.
അതുകൊണ്ട് നമ്മൾ ഈ ഡ്രോയിങ് സമയത്തൊക്കെ ഈ ആകെ ഒരു ആശ്രയം ഈ ആമ്പിള്ളേരോടൊക്കെ ഒന്ന് ആ കോറിഡോറിലൊക്കെ നിന്ന് എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ സംസാരിക്കും ചോറ് ബ്രേക്ക് സമയത്ത്. അപ്പോൾ ഇത് കണ്ട് ഷേർലി ചേച്ചിയോ പിയൂണോ അച്ഛനോ പറയും, ദേ അവിടെ തെസ്നീകാനും മറ്റവരൊക്കെ ആമ്പിള്ളേരോട് സംസാരിക്കുന്നുണ്ടെന്നുള്ളത് പറഞ്ഞോ എന്നൊരു ഡൗട്ട് അടിച്ചിട്ട് എന്നെ വിളിപ്പിക്കുന്നുണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ച് കലാഭവനിൽ ഞാൻ കട്ടാന്ന് വിചാരിച്ചു. ഞാൻ കലാഭവൻ എൻ്റെ കാര്യം തീർന്നു എന്ന് വിചാരിച്ചു. അച്ഛൻ വിളിപ്പിച്ചു. പക്ഷെ അച്ഛൻ്റെ ഉള്ളിൽ ഭയങ്കര ഇതേ പറഞ്ഞ പോലെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമുണ്ടെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായത്. സുകുമാരി ചേച്ചി മിക്ക പടത്തിലും ഉണ്ടാവാറുണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പോൾ സുകുമാരി ചേച്ചി പറയാറുണ്ടായിരുന്നു എന്നെ കാണുമ്പം, നിങ്ങളൊക്കെ വന്ന ട്രാക്ക് മാറിപ്പോയി പിള്ളേരെ, നിങ്ങൾക്കൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യായിരുന്നു, നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒരു നല്ലൊരു ഹീറോയിനായിട്ടോ അല്ലെങ്കിൽ ഒരു എന്നോടും ബീനാനോടും പറയാറുണ്ട്, നിങ്ങൾക്കൊക്കെ നല്ല ക്യാരക്ടർ റോളുകളൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ എങ്ങനെ ചേച്ചിയോട് പറയും, ഇതെങ്ങനെ ആരോട് പറയും, ആരോട് ചോദിക്കും ചാൻസ്, ഒന്നും അറിയില്ല.